അരുൺ പാറാട്ടുകൂടി നമുക്കൊപ്പം ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ HR വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് വിഭജിക. എന്താണ് അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വിവാഹമോചനത്തിനായുള്ള ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയെന്നൊക്കെ പറയപ്പെടുന്നു. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ, അരുൺ പാറാട്ട്? അതായത് ഈ വിഷയത്തിൽ ഷാർജ അൽമഹദയിലെ ഫ്ളാറ്റിലായിരുന്നു ഇവർ താമസിക്കുന്നത്. അവിടെ അന്ന് ഉച്ചയായിട്ടും ഫ്ളാറ്റ് തുറക്കാത്തതും ഇവർ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വീട്ടിലേക്കുള്ള ജോലിക്കാരി വീട് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഈ അമ്മയും കുഞ്ഞും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ഇരുവരും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു എന്നാണ് വീട്ട് ജോലിക്കാരി പറഞ്ഞത്. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് തന്നെ മാനസികമായി വിഷമിക്കുന്ന വിവരങ്ങൾ അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ നിരന്തരം ഇവർ പറഞ്ഞിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഉടൻ തന്നെ ഈ വീട്ടു ജോലിക്കാരി പോലീസിനെ അറിയിക്കുകയും ഷാർജ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഷാർജ അൽ ഖാസിമി ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഈ ഒരു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ വെച്ച് തന്നെ സംസ്കരിക്കണമെന്ന് ഭർത്താവ് ചാഠ്യം പിടിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ആവശ്യപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകരും വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇടപെടുന്നുണ്ട്. ഇതിൽ വീട്ടുകാർ ഇപ്പോൾ ഇന്ത്യൻ എംബസിയിലേക്ക് ഒരു കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയാണ് ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തേണ്ടത്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത്. ഈ കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ഇന്ത്യൻ എംബസിയുടെ ഇടപെടലാണ് ഇനി ആവശ്യമുള്ളത്. അതിനായി ഇപ്പോൾ ഇന്ത്യൻ എംബസിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫോറൻസിക് പരിശോധനയ്ക്ക് മൃതദേഹങ്ങൾ അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിസൾട്ട് വന്നാൽ ഇതിൽ മരണത്തിന് എന്തെങ്കിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ വിഭജികയുടെ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അമ്മ തന്നെ പറയുന്നുണ്ട് മകൾ ആത്മഹത്യ ചെയ്യില്ല, അതിന് പിന്നിൽ മറ്റെന്തോ സംഭവമുണ്ട്, അത് അന്വേഷിക്കണം. ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ സ്ത്രീധന വിഷയവുമായി ബന്ധപ്പെട്ടടക്കം കുടുംബം ഉയർത്തുന്നുണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. അരുൺ പാറാട്ടും സുജിത് സുരേന്ദ്രനും വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.